ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്സയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് കുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കപ്സ തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിതാ ചിക്കൻ ഒരുപാട് ചെറുതാക്കാതെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഫോർക്കില്ലാത്ത കാരണം ഞാൻ കത്തി വെച്ചാണ് കേട്ടോ. ജസ്റ്റ് ഒരു വരയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലെഗ് പീസിന് മാത്രം. ബാക്കിയുള്ളതിനൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. നമുക്കതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് മസാല കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ചിക്കനും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. വലിയ കഷ്ണം ആയതുകൊണ്ട് തന്നെ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ മസാല പിടിക്കാൻ ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതിലോട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു ബേ ലീഫും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ് കേട്ടോ. അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈ ലെമണും എടുത്തിട്ടുണ്ട്, ഉണക്ക നാരങ്ങ. പിന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ അരിഞ്ഞ് ചേർക്കാനോ ചതച്ച് ചേർക്കാനോ ഒന്നും അല്ല, അവസാനം ജസ്റ്റ് ഒന്ന് മുകളിൽ വെക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇത് മാത്രമാണ് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത്. ഞാനിതിലോട്ട് അറബിക് മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വേറെ ഒരു കാര്യം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നാട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കപ്സ മസാലയോ അല്ലെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും അത് ചേർത്ത് കൊടുക്കുന്നില്ല. കയ്യിലുണ്ട്, പക്ഷെ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. കപ്സ ഉണ്ടാക്കുമ്പോൾ ഈ രീതിക്ക് ഉണ്ടാക്കുകയാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അതല്ല, ഇടയ്ക്കൊക്കെ നമുക്ക് ടേസ്റ്റ് വ്യത്യാസമായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്തി മസാലയോ കപ്സ മസാലയൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ എന്തായാലും ചേർക്കുന്നില്ല. ഇനി നമ്മളിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ആ ഒരു തക്കാളി കൂടെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കണം. ഇനി ചിക്കനൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഇവിടെ വന്ന് ചോദിച്ച് വാങ്ങുന്ന മസാല ഈസ്റ്റ് ആൻഡ് ചിക്കൻ മസാലയാണ്. എനിക്കത് ചിക്കൻ കറിയിലാണെങ്കിലും ഇനി വെറും ഉള്ളിക്കറി ഉണ്ടാക്കുകയാണെങ്കിലും എനിക്ക് ഈ ചിക്കൻ മസാല നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതൊരു 1/2 സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം ചേർക്കുന്നത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതൊരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. യോഗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. ഇവിടെ നമുക്ക് ലബനൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും മോര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പുളിയൊക്കെ നമ്മുടെ നാട്ടിലെ മോരിൻ്റെ ഒരു രുചിയൊന്നും കിട്ടില്ല. അപ്പം ഞാൻ തന്നെ ഒറയൊക്കെ താനെ ഉണ്ടാക്കി പാൽ ഉറയെ വെച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നാട്ടിലെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒഴിച്ച് ഞാനതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ നേരം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക. എല്ലാം കൂടെ നമുക്ക് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്കിതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു ഭാഗം ആകുമ്പോൾ തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കുക്ക് ആകുമ്പോൾ ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, അതുപോലെ ഡ്രൈ ലെമൺ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 കഷ്ണം സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരെണ്ണ എടുക്കുന്നുള്ളൂ. അത് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിയുടെ പേസ്റ്റും കൂടെ ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഇച്ചിരി നേരം കൂടെ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ചിക്കനൊന്ന് വേവട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചോളൂ. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം തന്നെ അടച്ചു വെക്കുമ്പോൾ ചിക്കനിൽ നിന്ന് ആ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് തുറന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു പകുതിയോളം വേവായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൽ പുതിന ചേർക്കാറില്ല കേട്ടോ, മല്ലിയില മാത്രമാണ് ചേർക്കാറ്. അത് ഞാനൊരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് തുറന്നു കഴിഞ്ഞാൽ ചിക്കൻ ഏകദേശം ഒരു 1/2 കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ വീണ്ടും അത് തിളയ്ക്കാനുള്ള ടൈം എടുക്കുമ്പോൾ ചിക്കൻ ഒന്നും കൂടെ വെന്ത് പോവും. പിന്നെ നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ നല്ല ചിക്കൻ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിതാ നല്ലപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് മല്ലിയില കൂടെ ഞാൻ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാനിതാ പച്ചമുളക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ചോറിനൊരു ഇത്തിരി എരിവ് കുറവായിരിക്കുമല്ലോ, അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒരു ചെറിയ പച്ചമുളകൊക്കെ അടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതാണ്. അതും കൂടെ വെച്ച് കൊടുത്ത് ഞാനൊരു ഫോയിൽ പേപ്പറും വെച്ചൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20 മിനിറ്റ് നേരം ഓഫ് ചെയ്ത് തുറക്കാതെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് കുക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു.